ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ടച്ച് ലൈൻ സീരീസിലെ ഒരു സെഗ്മെൻ്റ് ആണ്. നമുക്കറിയാലോ ടച്ച് ലൈൻ എന്താണെന്നുള്ളത്. ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, പ്രമുഖ വ്യക്തിത്വങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. മറ്റാരുടെയുമല്ല, ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ പരിശീലകനായിട്ടുള്ള മനോലോ മാർക്കസ് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഈ ഒരു മാർച്ചിലെ ഒരു ക്യാമ്പ് വിളിച്ചിട്ടുള്ളൊരു സമയത്ത് പലവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പല യങ്സ്റ്റേഴ്സിനെ നന്നായിട്ട് പെർഫോം ചെയ്ത യങ്സ്റ്റേഴ്സിനെ ടീമിൽ എടുത്തിട്ടില്ല. അതിൽ കോറു സിംഗ് അല്ലെങ്കിൽ PV വിഷ്ണു ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില നെയിംസ് എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ളൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ളൊരു ചോദ്യത്തിന് മനോലോ പറഞ്ഞിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ദേശീയ ടീമിൽ കളിക്കാരെ വളർത്തിയെടുക്കുക എന്നതല്ല, ഡെവലപ്ഡ് ആയ കളിക്കാർ ഇവിടെ എത്തണം. മത്സരങ്ങൾ ജയിക്കുക എന്നതാണ് പ്രധാനം. നമുക്ക് മത്സരങ്ങൾ ജയിക്കണമെങ്കിൽ മികച്ച ഫോമിലുള്ള കളിക്കാരെ വിളിക്കണം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ISL എത്ര മികച്ച ഫോമിൽ കളിച്ചു എന്ന് പറഞ്ഞാലും, ഇപ്പോൾ ഒരു സീസണിൽ കളിച്ചു എന്ന് പറഞ്ഞാലും പെട്ടെന്ന് എടുക്കുക എന്ന് പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറയാം. ഇതിപ്പം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഒരു കോണ്ടെക്സ്റ്റും അല്ലെങ്കിൽ ആ പെർസ്പെക്റ്റീവ് എല്ലാം ചേർത്ത് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാഷണൽ ടീമിൽ കളിക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡിൽ കളിക്കേണ്ട ഒരു ഗെയിമാണ്. ISL പോലെയല്ല. അതുപോലെ ഇവിടുത്തെ ഒരു ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ISLുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വേറെ തന്നെയാണ്. അപ്പം ഇത് രണ്ടുമായിട്ട് മാച്ച് ചെയ്യുക, അതിന് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ വളരെ ഒരു അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതാണ് അദ്ദേഹം ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മാർച്ചിലെ ഒരു ടീം സെലക്ഷൻ നടക്കുന്ന സമയത്ത് വളരെ ഒരു ഷോർട്ട് പീരീഡിലൊരു ക്യാമ്പ് മാത്രമേ കോച്ചിന് കിട്ടിയിട്ടുള്ളൂ എന്ന് പറയും, ഒരാഴ്ച മാത്രം. അപ്പം അതിൽ പുതുമുഖങ്ങളൊക്കെ എടുക്കുക എന്ന് പറയുന്നതിൽ കുറച്ച് റിസ്ക് ഫാക്ടർ ഉണ്ട്. അദ്ദേഹം ഇതിൽ പിക്ക് ചെയ്തിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ കാര്യമൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. 3 ഫിഫ വിൻഡോസിൽ അദ്ദേഹം കളിപ്പിച്ചിട്ടുള്ള പ്ലേയേഴ്സും ചില എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കളിച്ചിട്ടുള്ള പുതുമുഖങ്ങളെ മാത്രമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ പുതുമുഖങ്ങളുടെ കാര്യം എടുക്കുന്ന സമയത്ത് ഇപ്പം ഗുർമീത് സിംഗ്, അഭിഷേക്, ആയുഷ് ഛേത്രി, ബ്രൈസൺ ആൻഡ് മക്കാർത്തൻ എന്നിവരുടെ കാര്യമാണ് നമുക്ക് പറയേണ്ടത്. ഇതിലിപ്പം ഗുർമീതിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഗുർപ്രീതിനെ ഔട്ടാക്കിയ സമയത്താണ് അദ്ദേഹം ഒരു യങ്സ്റ്റർ എന്ന നിലയിൽ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തൊരു താരത്തെ, ഗുർമീതിനെ പിക്ക് ചെയ്ത് നോർത്ത് ഈസ്റ്റിനെ അദ്ദേഹം നല്ല പെർഫോമൻസാണ് കളിച്ചത്. അഭിഷേക് സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഇഞ്ചുറി റീപ്ലേസ്മെൻ്റ് ആയിട്ട് വന്ന പ്ലെയറാണ്. അദ്ദേഹം നന്നായിട്ട് കളിച്ചിരുന്നു. അതുപോലെ ആയുഷ് ഛേത്രി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയറാണ് ഇതിൽ എനിക്ക് ഒരു എക്സെപ്ഷൻ തോന്നിയത്. ചിലപ്പം അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ഒരു കളിച്ച് പരിചയിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരിക്കാം. അതുപോലെ മക്കാർത്തൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇഞ്ചുറി റീപ്ലേസ്മെൻ്റ് എന്ന നിലയിൽ അവസാന ഘട്ടത്തിൽ ജോയിൻ ചെയ്തിട്ടുള്ള പ്ലെയറാണ്. ബ്രൈസൺ ഫെർണാണ്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ISL നടത്തി, അതും മനോലയ്ക്ക് സുപരിചിതനായിട്ടുള്ളൊരു താരം എന്ന നിലയിൽ കൂടി വന്നിട്ടുള്ള പ്ലെയറാണ്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ആയുഷ് ഛേത്രി മാത്രമാണ് ഒരു എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ചിലപ്പോൾ അദ്ദേഹം പലവട്ടം അഡ്മയർ ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ്. ആ ഒരു ടാലൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു സാഹചര്യത്തിലായിരിക്കും ആ ഒരു പിക്കിംഗ് നടന്നിട്ടുണ്ടാകുക. പിന്നെ ഈ ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന സമയത്തൊരു കാര്യം സംസാരിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത്, ഇന്ത്യ പോലത്തെ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് നമ്മുടെ ഒരു ഫുട്ബോൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ചില സ്കൗട്ടിംഗ് പരിപാടികൾ ചെയ്യുക, അതായത് ചിലപ്പം ISLലൊക്കെ ഭയങ്കര പെർഫോമൻസ് ആയിരിക്കത്തില്ല അവർ നടത്തിയത്, പക്ഷേ അവരെ സ്പോട്ട് ഓൺ ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നൊരു ഫാക്ടർ, അത് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ചില പൊസിഷൻസിൽ പ്ലേയേഴ്സ് ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് ആരെ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് സ്പോട്ട് ഓൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോച്ചിൻ്റെ കഴിവാണ്. സ്റ്റിമാച്ച് ആ കാര്യത്തിലൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് പറയാൻ പറ്റും. പക്ഷേ കോൺസ്റ്റന്റൈൻ ഒരു പരിധിവരെയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ലാലിംഗ് സ്വാല ചാങ്ദെ ആണെങ്കിലും, ആഷിഖ് കുർനിയൻ ആണെങ്കിലും, മൻവീർ സിംഗ് ആണെങ്കിലും ഒക്കെ ഇവരൊക്കെ ലൈം ലൈറ്റിൽ വരുന്നത് തന്നെ നാഷണൽ ടീമിൽ കളിച്ച് അങ്ങനെയാണ് പിന്നീട് ഒരു ലെവലിലേക്കൊക്കെ എത്തുന്നത്. പിന്നെ അവസാനം ഒരു വിങ്ങറൊക്കെ വേണ്ട സാഹചര്യത്തിൽ കോച്ച് ഉദാന്ത സിംഗിനെയാണ് പിക്ക് ചെയ്തത്. പലരും ചോദിച്ചിരുന്ന കാര്യമാണ് എന്തുകൊണ്ട് കോറു സിംഗിനെ പിക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത്. കോറു സിംഗ് നമുക്കറിയാം നല്ല പെർഫോമൻസ് നടത്തിയ ഒരു യങ്സ്റ്ററാണ്, ടീനേജറാണ്. ഇതൊക്കെ ശരിയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ ധൈര്യമായിട്ട് പിക്ക് ചെയ്യാവുന്നതാണ്. അദ്ദേഹം ISLലെ പെർഫോമൻസ് മാത്രമല്ല അതിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് ഞാൻ പറയുന്നത്. ഇപ്പോൾ അണ്ടർ 17, അണ്ടർ 20 നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ ഒരു ഇൻറ്റൻസിറ്റി അറിയുന്ന പ്ലെയറാണ്, ക്യാപ്റ്റനൊക്കെ ആയിട്ടിരുന്ന പ്ലെയറാണ്. അദ്ദേഹം ആ ഒരു കളിയിൽ കാണിക്കുന്ന മെച്യൂരിറ്റി എന്നൊക്കെയുള്ളത് നമുക്ക് പറയുന്നതാണ്. പക്ഷേ അദ്ദേഹം ഉദാന്തയിലേക്കാണ് പോയത്. കാരണം ആ ഒരു നാഷണൽ ടീമിൽ ഒരു എക്സ്പീരിയൻസ് ഫാക്ടറായിരിക്കാം അദ്ദേഹം പിക്ക് ചെയ്യാനായിട്ട് കാരണമായത്. പിന്നെ ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ കുറഞ്ഞൊരു ടൈം പീരീഡേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു മാർച്ചിലെ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ. ജൂണിലൊരു വലിയ ക്യാമ്പ് വരുന്നുണ്ട്, ചിലപ്പം 3 ആഴ്ചയോ അതിൽ കൂടുതലോ ഒക്കെ കിട്ടാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും മിക്കവാറും ഒരു 10-40 പേരെ അതിൽ കൂടുതലൊക്കെ പിക്ക് ചെയ്തിട്ടൊരു ക്യാമ്പ് ചെയ്ത് കോച്ച് പ്ലേയേഴ്സിനെയൊക്കെ മനസ്സിലാകുന്ന സാഹചര്യത്തിലേക്കൊക്കെ. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ കോറു സിംഗോ വിഷ്ണു PV അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല പ്ലേയേഴ്സിനും ആ ഒരു സാഹചര്യത്തിൽ യങ്സ്റ്റേഴ്സിനൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടാം, അവർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ള ഒരു സാഹചര്യമാണുള്ളത്. ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പം ഇതാണ് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമ്പോസ് ചെയ്യാം. കാണിക്കും ഞാൻ സനിയ.